മലയാള മണ്ണിലെ തെയ്യക്കോലങ്ങളിൽ ഏറ്റവും ഭയഭക്തിയോടെ കാണുന്ന ഒന്നാണ് ഗുളികൻ. ശിവന്റെ ഇടതുകാലിലെ പെരുവിരൽ പൊട്ടിമുളച്ചവനെന്നാണ് പുരാണം ഗുളികനെ വിശേഷിപ്പിക്കുന്നത്. കാലന്റെയും കാലനായ ഈ ദേവൻ ആരാധകർക്ക് ഒരേ സമയം പേടിയും ആശ്രയവുമാണ്. ശിവന്റെ ഭക്തനായ മാർക്കണ്ഡേയനെ കൊണ്ടുപോകാൻ വന്ന യമധർമ്മനെ ശിവൻ നിഗ്രഹിച്ചു. ലോകത്ത് മരണം നിലച്ചപ്പോൾ സന്തുലിതാവസ്ഥ തെറ്റി. ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ശിവൻ തന്റെ ഇടതുകാലിന്റെ പെരുവിരൽ നിലത്തടിച്ചപ്പോൾ അവിടെ നിന്നും അവതരിച്ചവനാണ് ഗുളികൻ. യമന്റെ അഭാവത്തിൽ മരണത്തിന്റെ ചുമതല ഗുളികന് നൽകപ്പെട്ടു എന്നാണ് വിശ്വാസം. അതുകൊണ്ടുതന്നെ കാലഗുളികൻ എന്നും ഇദ്ദേഹം അറിയപ്പെടുന്നു. സമയം, വിധി, മരണം എന്നിവയുടെ അധിപനായാണ് ഗുളികനെ ഭക്തർ ആരാധിക്കുന്നത്. ജ്യോതിഷത്തിൽ ഗുളികൻ ശനിയുടെ പുത്രനായിട്ടാണ് അറിയപ്പെടുന്നത്. ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ഗുളികന്റെ സ്ഥാനം വളരെ പ്രധാനമാണ്. ദോഷഫലങ്ങൾ നൽകുന്ന ഗ്രഹമായാണ് ജ്യോതിഷം ഗുളികനെ കാണുന്നതെങ്കിലും ഗുളികപ്രീതി ദോഷശമനത്തിന് ഉത്തമമാണ്. ഗുളികൻ തെയ്യത്തിന്റെ വേഷവിധാനം വളരെ ലളിതമാണ്. എങ്കിലും മുഖത്തെഴുത്തും കരിയും ചായവും ചേർന്നുള്ള ഭാവങ്ങൾ കാണികളെ ഭയപ്പെടുത്തുന്നതാണ്. മുള കൊണ്ട് നിർമ്മിച്ച നീളമുള്ള തണ്ടുകൾ ചിലയിടങ്ങളിൽ ഗുളികന്റെ ഉയരം വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. മരഗുളികൻ, പുലഗുളികൻ, ജാതകഗുളികൻ എന്നിങ്ങനെ പല ഭാവങ്ങളിൽ ഗുളികനെ സങ്കൽപ്പിക്കാറുണ്ട്. ഓരോ പ്രദേശത്തെയും ആചാരങ്ങൾക്കനുസരിച്ച് ഗുളികന്റെ കോലത്തിലും ചടങ്ങുകളിലും ചെറിയ മാറ്റങ്ങൾ കണ്ടുവരാറുണ്ട്. ചെണ്ടയുടെയും ഇലത്താളത്തിന്റെയും താളത്തിനൊത്താണ് ഗുളികൻ ആടുന്നത്. ചെണ്ടയുടെ മുറുക്കം കൂടുന്നതിനനുസരിച്ച് ഗുളികന്റെ ഭാവവും രൗദ്രമാകുന്നു. ഈ താളം കാണികളിലും ഒരു പ്രത്യേക ഊർജം നിറയ്ക്കുന്നു. ഗുളികന്റെ വിവിധ രൂപങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കരിങ്കാലൻ ഗുളികൻ. ചടുലമായ ചുവടുകളും ആവേശകരമായ ആട്ടവുമാണ് ഇതിന്റെ പ്രത്യേകത. ആയുധമായി കത്തിയോ വടിയോ കൈയിലേന്തിയാണ് ഗുളികൻ ഉറഞ്ഞാടുന്നത്. ഉത്തര മലബാറിലെ കാവുകളിൽ ഗുളികൻ തെയ്യം കെട്ടിയാടാത്ത ഇടങ്ങൾ ചുരുക്കമാണ്. വീടുകളിൽ കുടുംബാംഗങ്ങളുടെ സംരക്ഷണത്തിനായി ഗുളികൻ തറകൾ നിർമ്മിച്ച് ആരാധിക്കുന്ന രീതിയും നിലവിലുണ്ട്. തെയ്യം തുടങ്ങുമ്പോഴുള്ള ശാന്തതയല്ല ആട്ടം മുറുകുമ്പോൾ കാണുന്നത്. ഗുളികൻ ക്രൂരനാണെന്ന തോന്നലുണ്ടെങ്കിലും തന്റെ ഭക്തരെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഈ ദേവൻ മുൻപന്തിയിലാണ്. തടസ്സങ്ങൾ നീക്കാനും ശത്രുദോഷം മാറാനും ഗുളികൻ തറയിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നത് ഒരു സാധാരണ രീതിയാണ്. പഴയകാലത്ത് കൃഷിയിടങ്ങളിലെ വിളവുകൾ സംരക്ഷിക്കാനും കണ്ണദോഷം മാറാനും ഗുളികനെ പ്രതിഷ്ഠിച്ചിരുന്നു. വിളവെടുപ്പിന് ശേഷം ആദ്യം കിട്ടുന്ന വിഹിതം ഗുളികന് അർപ്പിക്കുന്ന പതിവും ചിലയിടങ്ങളിൽ നിലനിന്നിരുന്നു. ഗുളികൻ ജനിച്ച ഉടനെ സൂര്യനെ വിഴുങ്ങാൻ ശ്രമിച്ചതായും പുരാണങ്ങളിൽ കഥകളുണ്ട്. ഇത് ഹനുമാന്റെ കഥയുമായി സാമ്യമുള്ള ഒന്നാണ്. അത്രമേൽ ശക്തനാണ് ഗുളികൻ എന്നതിലേക്കാണ് ഇത്തരം കഥകൾ വിരൽ ചൂണ്ടുന്നത്. ഒരനുഷ്ഠാന കല എന്നതിലുപരി ഗുളികൻ തെയ്യം മനുഷ്യന്റെ ഭയത്തെ നേരിടാനുള്ള ഒരു വഴി കൂടിയാണ്. മരണത്തെ ഭയപ്പെടാതെ ജീവിതത്തെ ധീരമായി നേരിടാനുള്ള സന്ദേശമാണ് ഈ തെയ്യക്കോലം നൽകുന്നത്. കാലം മാറിയിട്ടും ഗുളികൻ എന്ന വിശ്വാസത്തിന് മാറ്റം വന്നിട്ടില്ല. ഇന്നും പുതിയ വീട് പണിയുമ്പോഴോ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാകുമ്പോഴോ ഗുളികനെ പ്രീതിപ്പെടുത്താൻ വിശ്വാസികൾ ശ്രദ്ധിക്കാറുണ്ട്. ചിട്ടയായ കർമ്മങ്ങളിലൂടെയും ആത്മസമർപ്പണത്തിലൂടെയും മാത്രമേ ഗുളികനെ പ്രീതിപ്പെടുത്താൻ കഴിയൂ എന്നാണ് വിശ്വാസം. ഭക്തിയും കലയും ഒത്തുചേരുന്ന കേരളീയ സംസ്കാരത്തിന്റെ അവിഭാജ്യ ഘടകമായി ഗുളികൻ ഇന്നും കാവുകളിൽ ഉറഞ്ഞാടുന്നു.